ഞാൻ വളരെ ചെറിയൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊരു പാമ്പ് കടിച്ചെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ആ പാമ്പിനെ പുറകെ പോയിട്ട് നീ എന്തിനാ എന്നെ കടിച്ചെന്ന് അന്വേഷിക്കുമോ? അതോ ഈ പാമ്പ് കടിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ ഇപ്പം കടിച്ച പാമ്പിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനുള്ള ആൻറ്റിഡോട്ട് എന്താ, എങ്ങനെ എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിക്കുമോ? പക്ഷേ മോസ്റ്റ് ഓഫ് അസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാമ്പിൻ്റെ പുറകെ പോകും. നീ എന്തിനാ എന്നെ കടിച്ചേ? അല്ലെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ എന്നെ കടിച്ചേ? എന്ത് സിറ്റുവേഷൻ കൊണ്ടാണ് നീ എന്നെ കടിച്ചേ? ഇത് അന്വേഷിച്ച് പോകും. ഇതിന് പകരം ഈ സിറ്റുവേഷൻ എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്, ഞാൻ എങ്ങനെ നിന്നാൽ ഇനി ഒരു പാമ്പിൻ്റെ കടി കൊള്ളാതെ രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ എനിക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, എങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒന്ന് അന്വേഷിക്കുക. അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ എൻ്റെ ചേഞ്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് വരാണ്ട് നോക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് എനിക്ക് എന്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വേ ഫോർവേഡ് കുറച്ചും കൂടെ നന്നായിട്ട് സുഖമായിട്ട് നമ്മുടെ ജേണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ കടിച്ച പാമ്പ് മൈപ്പി തിരിച്ചു വരാം, എന്നിട്ട് ചിലപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ തരാതിരിക്കാം. പക്ഷെ തന്നില്ലെങ്കിലും അതുകൊണ്ട് നമുക്കൊരു മാറ്റവും വരാൻ പോകുന്നില്ല, നമുക്കൊരു ഹീലിങ്ങും സംഭവിക്കാൻ പോകുന്നില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, change your focus from why to what. Because progress, growth, success, healing, and every positive thing comes from actions only, not from explanations. Think about it. Take care. Bye-bye.